ഗുഡ് ഈവനിംഗ്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വൈസ് ചാൻസലർ തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക് ഭവനിൽ നടന്ന ചർച്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. വിവരങ്ങളുമായി MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് ഈവനിംഗ്. വൈസ് ചാൻസലർ തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്? ക്രിസ്റ്റീന, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC-മാരുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴും സമവായത്തിൽ എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ലോക് ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. 15 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടത്. ഈ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമുണ്ടായി അല്ലെങ്കിൽ സമവായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി വ്യക്തത വന്നിട്ടില്ല. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് VC-ആയി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് സജി ഗോപിനാഥിന്റെ പേരാണ്. ഇത് ഒരു തരത്തിലും ഗവർണർ അംഗീകരിച്ചിട്ടില്ല. ഒപ്പം സാങ്കേതിക സർവകലാശാലയിലേക്ക് ഗവർണർ തിരഞ്ഞെടുത്ത സിസ തോമസിന്റെ നിയമനവും മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല. ഇതാണ് പ്രധാനമായും തർക്കമായി നിലനിൽക്കുന്നത്. ഈ ഗവർണറും മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഒരു സമവായ നീക്കവുമായി ഇപ്പോൾ ലോക് ഭവനെ സമീപിച്ചിട്ടുള്ളത്. ഈ അധികം വൈകാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഈ നിയമനം നടത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സുപ്രീം കോടതിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇത് എത്രയും വേഗം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഇന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച സമവായ നീക്കം ഗവർണർ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും മഞ്ഞുരുകുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് നമ്മൾ നോക്കുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് MG പ്രതീഷാണ്. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ കടുത്ത നിരാശയെന്ന WCC. വിധി സൂക്ഷ്മമായി പഠിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. നീതിക്കായി പോരാട്ടം തുടരുമെന്നും WCC. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ ഒരു വിധി വന്നതിന് ശേഷം നമ്മൾ ഉറ്റുനോക്കിയ ചില പ്രതികരണങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ ദിവസം വന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിജീവിതയുടെ പ്രതികരണം, മഞ്ജു വാര്യരുടെ പ്രതികരണം, വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ WCCയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിരിക്കുന്നുവല്ലോ, അല്ലേ? അതിജീവിതയുടെ പ്രതികരണത്തിന്റെ തുടർച്ചയായി WCCയുടെ പ്രതികരണത്തെ കാണാം. ഈ വിധി കടുത്ത നിരാശയാണ്. 8 വർഷം നീണ്ട ഈ പോരാട്ടത്തിൽ അത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് മുന്നിൽ ബാക്കി വെച്ചത് നീതിയല്ല, കരുതലല്ല, പെൺ കേരളത്തിന് നൽകുന്ന സാമൂഹ്യ പാഠം. ഇനി പരാതിയുമായി മുന്നോട്ട് വരരുത്. അത്രയും നിരാശാജനകമായ ഒരു വിധിയായാണ് WCC ഇതിനെ കാണുന്നത്. വിധി സൂക്ഷ്മമായി പഠിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് WCC പറയുന്നത്. ഒപ്പം പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അവ്യക്തത അതിൽ നിയമപരമായി നേരിടും. അതിന് അതിജീവിതയ്ക്ക് പൂർണ്ണ കരുത്ത് നൽകും എന്നുള്ളതാണ് WCC വ്യക്തമാക്കുന്നത്. നേരത്തെ അതിജീവിത ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട അവരുടെ നിരാശയും അതൃപ്തിയും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ WCCയും വ്യക്തമാക്കുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെയാണ് WCC എന്ന സംഘടനയുടെ രൂപപ്പെടലും പിന്നീട് അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും സ്ത്രീകൾക്കൊരു പ്രത്യേക സ്പേസ് തന്നെ മലയാള സിനിമയിൽ ഒരുക്കി കൊടുത്ത WCC ആണ്. ആ WCC ഈ വിധിയിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പോരാട്ടം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്രിസ്റ്റീന, ശരി. വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനവുമായി അതിജീവിത. വിധി അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും കേസിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും അതിജീവിത പറഞ്ഞു. വിധി വന്ന ശേഷം ആദ്യമായാണ് അതിജീവിത പ്രതികരിക്കുന്നത്. അതേസമയം ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമാകുമെന്ന് നടി മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ വേദനാജനകമായ യാത്രയിലെ വെളിച്ചത്തിന്റെ നേരിയ കണികയായി മാത്രമാണ് 6 പേർ ശിക്ഷിക്കപ്പെട്ട കേസിലെ വിധിയെ അതിജീവിത കാണുന്നത്. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കേസിന്റെ വിധി സമർപ്പിക്കുകയാണ് അതിജീവിത. തുടർന്നങ്ങോട്ടുള്ള തുറന്ന കത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിജീവിത അക്കമിട്ട് നിരത്തുന്നുണ്ട്. കേസിലെ അടിസ്ഥാനാവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. കോടതി അന്തരീക്ഷം ശത്രുതാപരമായിരുന്നുവെന്നും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതോടെ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നതിൽ അന്വേഷണമുണ്ടായില്ല. ജഡ്ജിയെ മാറ്റാൻ താൻ നിയമപരമായി പോരാടുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയങ്ങൾ ബലപ്പെടുത്തി.
ആശങ്കകൾ പങ്കുവച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഓപ്പൺ കോടതിയിൽ വാദം വേണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടതായി അതിജീവിത പറയുന്നു. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കിയ അതിജീവിത യാത്രയിൽ ചേർത്തുപിടിച്ച മനുഷ്യരോട് നന്ദി പറഞ്ഞു. പൾസർ സുനിയുമായി നേരത്തെ ബന്ധമുണ്ടെന്ന പ്രചരണത്തെ അതിജീവിത തള്ളുകയാണ്. ഒപ്പം പണം കൈപ്പറ്റിയവർ നുണപ്രചരണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് തുടർന്നുള്ളൂവെന്ന് അതിജീവിത സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച ആദ്യ പ്രതികരണത്തിൽ വൈകാരികമായി തുറന്നടിച്ചു. വിധിക്കു പിന്നാലെ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായും നീതി ലഭിക്കൂ എന്ന് മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ലെന്ന് വിധിന്യായം. മാപ്പുസാക്ഷിയുടെ ഫോൺ കോൾ രേഖ പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദിലീപും പൾസർ സുനിയും ആശയവിനിമയം നടത്തിയതിനും തെളിവില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് കൃത്യമായി അറിയിച്ചില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ വിമർശനം. ഒരാഴ്ചയ്ക്കകം കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിധിന്യായത്തിന്റെ ആകെ ചുരുക്കം. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ 12 ചാറ്റുകൾ ദിലീപ് തന്റെ ഫോണിൽ നിന്ന് കളഞ്ഞുവെന്ന സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. ഇത് കേസുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഇതേ സാക്ഷി തന്നെ പിന്നീട് പറഞ്ഞു. അമ്മ ഷോയ്ക്കിടയിൽ 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്നത് തെളിയിക്കാൻ രേഖകളില്ല. 410ാം റൂമിൽ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. തീയതികളിൽ പൊരുത്തക്കേടുണ്ട്. പൾസർ സുനി ദിലീപിനെ കണ്ടതായി അറിയില്ലെന്ന് ഇടവേള ബാബു, മുകേഷ് എന്നിവർ മൊഴി നൽകി. ഫോൺ റെക്കോർഡ്സ് ഇല്ല. ആശയവിനിമയം നടത്തിയ മറ്റൊരു രേഖകളുമില്ല. ദിലീപിനെതിരായ വ്യാജ ചികിത്സാ ആരോപണവും കോടതി മുഖവിലക്കെടുത്തില്ല. ഗൂഢാലോചന നടത്തുന്നവർ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് എവിടെയെന്ന് കള്ളം പറയേണ്ടതില്ലല്ലോ എന്നും കോടതി സംശയം ഉന്നയിച്ചു. മാപ്പുസാക്ഷി വിഷ്ണു ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതിനും തെളിവില്ല. പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതിയെന്ന് പറയുന്ന സമയവും ജയിലിലെ CCTVയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ B സന്ധ്യയാണ് ഇതിന് പിന്നിലെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദിലീപിനെ കാണാനെത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് ഗൃഹപ്രവേശനത്തിനെത്തിയത് എന്നാക്കിയെന്നും വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 തന്നെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നും വിധിപ്പകർപ്പിലുണ്ട്. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വിവരങ്ങൾ ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്. വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ചോർന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിന്റെ കത്ത്. ഇക്കാര്യം ഉന്നയിച്ച് ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് ബൈജു പൗലോസ് കത്ത് നൽകിയത്. വിധിയിലെ വിവരങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ മാസം 4-നാണ് തനിക്ക് ഊമക്കത്ത് ലഭിച്ചതെന്നും വിധി വന്നപ്പോൾ ഞെട്ടിയെന്നും ജസ്റ്റിസ് കമാൽ പാഷ. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാനത് ഞെട്ടിപ്പോയത്. കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. 1-ാം പ്രതി പൾസർ സുനിയടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കമാണ് വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി 8-ാം പ്രതി ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പരാമർശിച്ചതായാണ് വിവരം. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനും വഴിയൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് CPIM വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായെന്നും സംശയം. ഭരണത്തിനെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് CPIMന്റെ വിലയിരുത്തൽ. UDFന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDFന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ.
ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ 2 പ്രമുഖ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. VV രാജേഷിനെ മേയറായും R ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും BJP കടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിലെ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. മുതിർന്ന BJP നേതാവ് VV രാജേഷും R ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ BJP ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ BJPയിൽ നിർണായക സ്വാധീനമുള്ള VV രാജേഷിനെ മേയറാക്കിയാൽ R ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ BJPയിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്. എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും BJP കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ R ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. കണ്ണൂർ പാറാട് നടു റോഡിൽ ഏറ്റുമുട്ടിയ CPIM ലീഗ് പ്രവർത്തകർ പരസ്പരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകളിലും സംഘർഷമുണ്ടായി. കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് ദിവസം തുടങ്ങിയ ആക്രമണത്തിന് അറുതി വന്നിട്ടില്ല. പാനൂർ, പാറാട് CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ നടു റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സ്ഫോടക വസ്തു എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ 50ഓളം CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 44-ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPIM പ്രവർത്തകർ ആക്രമിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന PK സുരേഷിന്റെ കാനായിലെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് KVയുടെ വീട്ടിൽ റീത്ത് വെച്ചു. രാമന്തളിയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് കേടുപാട് വരുത്തിയെന്നും പരാതി ഉയർന്നു. കിളിമാനൂരിലുണ്ടായ സംഘർഷത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാകേന്ദ്രം തകർത്തു. സേവാകേന്ദ്രം നിൽക്കുന്ന 7-ാം വാർഡിൽ CPIM പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് BJP ആരോപിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മാടപ്പള്ളിക്കുന്ന് 9-ാം വാർഡിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി. തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ച് CPIM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 2 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വോട്ടുകൊള്ളയ്ക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വോട്ടുകൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് 5 കോടിയിലധികം ഒപ്പുശേഖരണം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. BJP സർക്കാരിന്റെ അജണ്ടയനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം. വോട്ടുചോരി ആരോപണം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും BJP തയ്യാറായില്ല.
അമിത്ഷായുടെ കൈവിറയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി. സത്യത്തിനും അഹിംസയ്ക്കും ഒപ്പം നിന്ന് മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുമെന്നും വോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. सत्य और असत्य के बीच में लड़ाई हो रही है और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना, हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, आरएसएस की सरकार को हिंदुस्तान से हटाएंगे. വോട്ട് കൊള്ള പാർലമെന്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രഗീതം ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. ബാലറ്റ് വോട്ടിംഗിൽ മത്സരിച്ചാൽ ഒരിക്കൽ പോലും ബിജെപി വിജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना, और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയുടെ ഭാഗമായി. വോട്ട് കൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തിയത്. വോട്ട് ചോരി ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഡൽഹി രാംലീല മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.